ഇലോൺ മസ്കിന്റെ ടെസ്ല കാറുകൾ ഇന്ത്യയിൽ ലഭ്യമാകുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. എന്നാൽ ഇന്ന് വന്ന ഏറ്റവും പുതിയ വാർത്ത മസ്കിന്റെ തന്നെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ വരുന്നതിനെക്കുറിച്ചാണ്. അതെ, സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ സേവനം തുടങ്ങുന്നതിനായി ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞു. ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് പ്രകാശിക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് ഇന്ത്യയുടെ അതിവിദൂര കോണുകളിൽ പോലും എത്തുന്നതായി സങ്കല്പിക്കുക. അതാണ് സ്റ്റാർലിങ്ക്. ഇതിനായി വർഷങ്ങളായുള്ള കാത്തിരിപ്പ് അധികം വൈകാതെ അവസാനിക്കും. എന്തുകൊണ്ടാണ് ഈ ലൈസൻസ് കൊടുക്കാൻ ഇത്ര സമയമെടുത്തത്? ഇനി ഈ സേവനം ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയാൽ അത് രാജ്യത്തിന്റെ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിനെ എത്രത്തോളം മാറ്റിമറിക്കും? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് എന്താണെന്ന് നോക്കാം. അതായത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇന്റർനെറ്റ് ഭൂമിക്കടിയിലൂടെയുള്ള കേബിളുകൾ വഴിയോ ടവറുകൾ വഴിയോ ആണ് നമ്മുടെ മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും എത്തുന്നത്. എന്നാൽ സ്റ്റാർലിങ്ക് ലോ എർത്ത് ഓർബിറ്റിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങളിലൂടെ ഭൂമിയിലേക്ക് നേരിട്ട് ഇന്റർനെറ്റ് സേവനം എത്തിക്കുകയാണ്. അതായത്, സാധാരണ ഉപഗ്രഹങ്ങളെ വെച്ച് നോക്കിയാൽ ലോ എർത്ത് ഓർബിറ്റ് അഥവാ ലിയോ ഉപഗ്രഹങ്ങൾ ഭൂമിയോട് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വളരെ എളുപ്പത്തിൽ സിഗ്നൽ എത്തും. നിലവിലുള്ള ഇന്റർനെറ്റ് സേവനം എത്താത്ത സ്ഥലങ്ങളിലും സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ലഭിക്കും. അതിപ്പോൾ മലമുകളിലാണെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലാണെങ്കിലും ശരി, മണ്ണിലടിയിലൂടെ കേബിൾ വലിച്ച് ബുദ്ധിമുട്ടേണ്ട എന്നർത്ഥം. സ്റ്റാർലിങ്കിനെ സംബന്ധിച്ച് ഇന്ത്യ എന്നും അവരുടെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ലക്ഷ്യമായിരുന്നു. ഇന്ത്യയുടെ വിശാലമായ ഭൂമിശാസ്ത്രവും വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും അതിലുപരി കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്നും അതിവേഗ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ ലഭ്യത കുറവും. ഇതെല്ലാമാണ് സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയോടുള്ള ആകർഷണത്തിന്റെ കാരണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബിസിനസ് താൽപര്യം തന്നെ. 2021 സ്റ്റാർലിങ്ക് ആദ്യമായി ഇന്ത്യയിൽ പ്രീ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ 10,000 അപേക്ഷകളാണ് അവർക്ക് ലഭിച്ചത്. ഈ ഒറ്റ സംഭവത്തിലൂടെ തന്നെ ഇന്ത്യക്കാർ ഈ സേവനത്തെ എത്രത്തോളം ആവേശത്തോടെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കുന്നതിന് മുമ്പേ ബുക്കിംഗ് തുടങ്ങിയത് ഇന്ത്യയിലെ ടെലികോം അതോറിറ്റിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ബുക്കിംഗ് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും പണം തിരികെ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ലൈസൻസിനായുള്ള ചർച്ചകളും കാത്തിരിപ്പുമായിരുന്നു സ്റ്റാർലിങ്കിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയും ഡാറ്റ സ്വകാര്യതയും തന്നെയായിരുന്നു മുഖ്യ വിഷയം. ഇനിയിപ്പോൾ സ്റ്റാർലിങ്കിന് നൽകിയ ലൈസൻസ് പ്രകാരം അവർക്ക് ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിലുടനീളം നൽകാം. ഇതിനായി ഇന്ത്യക്കകത്ത് തന്നെ ഗേറ്റ്വേകൾ സ്ഥാപിക്കണം എന്ന് മാത്രം. അതായത്, സേവനങ്ങൾക്കായുള്ള നിർണായക ഗ്രൗണ്ട് സ്റ്റേഷനുകൾ. അടുത്തതായി, ഈ സേവനം ഇന്ത്യയിൽ വരുന്നതോടുകൂടി ഇന്ത്യക്കുണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യമായി ഇതിന്റെ ലഭ്യത തന്നെയാണ്. നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അതിവേഗ ഇന്റർനെറ്റ് ലഭിക്കും. രണ്ടാമത്തേത് ഇതിന്റെ വിശ്വാസ്യതയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിലവിലുള്ള കണക്ടിവിറ്റി തകരാറിലാകുമല്ലോ. പക്ഷേ സ്റ്റാർലിങ്കിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാം. കേരളത്തിലെ വെള്ളപ്പൊക്ക സമയത്ത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. മറ്റൊന്ന്, കൂടുതൽ സേവനദാതാക്കൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഉപഭോക്താക്കളെ സംബന്ധിച്ച് മെച്ചപ്പെട്ട സേവനം ലഭ്യമാകും. ഇതിനു പുറമെ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഡിജിറ്റൽ ഇന്ത്യ ശക്തിപ്പെടും. ഇതിലൂടെ ഡിജിറ്റൽ സാക്ഷരത, ഇ ഗവേണൻസ്, ഓൺലൈൻ വിദ്യാഭ്യാസം, ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്നിവ കൂടുതൽ കരുത്തുറ്റതാക്കും. കൂടാതെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്കും ഒരു പുതിയ മുതൽക്കൂട്ടാകും. ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഇതിന്റെ വരിസംഖ്യ തന്നെയാണ്. പ്രീമിയം നിരക്ക് കൊടുത്ത് ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ ഇത്തരം കണക്ഷനുകൾ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ ഇന്ത്യയിൽ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും ഇന്ത്യയിലെ നിലവിലുള്ള ടെലികോം അടിസ്ഥാന സൗകര്യങ്ങളുമായി സംയോജിപ്പിക്കുകയും വേണം. കടുത്ത മത്സരമായിരിക്കും സ്റ്റാർലിങ്കിന് നേരിടേണ്ടി വരിക. എയർടെല്ലിന്റെ പിൻബലത്തോടെ വൺവെബും ആമസോണുമെല്ലാം ഇത്തരം സേവനങ്ങളുമായി ഇന്ത്യയിലെത്തും. അപ്പുറത്ത് റിലയൻസ് ജിയോയുമുണ്ട്. സ്റ്റാർലിങ്കിന് അനുവദിച്ച ലൈസൻസ് ഇന്ത്യക്കൊരു നാഴികക്കല്ലായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദൂരങ്ങൾ കുറയ്ക്കുകയും നഗര ഗ്രാമ വ്യത്യാസങ്ങൾ കുറയ്ക്കുകയും വഴി ഇന്ത്യയിൽ ഇന്റർനെറ്റിന്റെ ഒരു പുതിയ യുഗം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇനി സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.